ഹായ് എവരിവൺ. ഈ ഒരു ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന് പറയുന്ന നെലി വോങ്ങിൻ്റെ ഒരു പോയമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നെലി വോങ്ങിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് നോക്കാം. നെലി വോങ് വാസ് ബോൺ ഇൻ 1934 in Oakland, California. She is a famous revolutionary feminist poet who addresses social causes. Her parents were Chinese immigrants. She studied creative writing in San Francisco State University. During the World War II, when Japan bombed the naval base at Pearl Harbor, Nelly was a child. This had a fearful and painful impact on her life because people would think she is Japanese, whereas she was a Chinese American. നെലി വോങ് 1934 കാലിഫോർണിയയിലെ ഓക്ലൻഡിലാണ് ജനിച്ചത്. വളരെ പേരുകെട്ട ഒരു ഫെമിനിസ്റ്റ് വിപ്ലവ കവിയാണ് നെലി വോങ് എന്ന് പറയുന്നത്. അവരുടെ കവിതയിൽ പല സാമൂഹ്യ പ്രശ്നങ്ങളും ആണ് ചർച്ച ചെയ്യുന്നത്. ചൈനയിൽ നിന്നുള്ള കുടിയേറ്റക്കാരായിരുന്നു അവരുടെ പാരൻസ് എന്ന് പറഞ്ഞത്. സാൻ ഫ്രാൻസിസ്കോയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആണ് അവർ ക്രിയേറ്റീവ് റൈറ്റിംഗ് പഠിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ പേൾ ഹാർബറിൽ ആക്രമണം നടത്തിയപ്പോൾ നെലി വളരെ ചെറിയ കുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. ചൈനീസ് ആയതുകൊണ്ട് അവൾക്ക് ജീവിതത്തിൽ പേടിപ്പെടുത്തുന്നതും വേദനാജനകവുമായിട്ടുള്ള പല പ്രോബ്ലംസും അനുഭവിക്കേണ്ടി ഉണ്ടായി എന്നാണ് പറയുന്നത്. കാരണം പലരും അവളെ ജപ്പാൻകാരിയായിട്ടാണ് കണ്ടതെന്നാണ് പറയുന്നത്. നെലി വോങ്ങിനെ കുറിച്ചുള്ള അടുത്ത പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ, ദ റിക്കറിംഗ് തീംസ് ഇൻ ഹെർ പോയട്രി ആർ ഫെമിനിസം, ഇമിഗ്രേഷൻ ആൻഡ് ഐഡന്റിറ്റി. She wrote at length about the Asian immigration to America. According to her, women should continue fighting for the liberation of women since it is as necessary as breathing. She was very concerned about the plight of immigrant women. She believed that women are not condemned to live as victims on this earth. She was an advocate of revolutionary feminism. She thinks women as the most oppressed in the world. Socialist feminism, she thought, was the key to a better world. അതായത് നെലി വോങ്ങിൻ്റെ പോയംസിലെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് ഫെമിനിസം, ഇമിഗ്രേഷൻ, ഐഡന്റിറ്റി തുടങ്ങിയവയാണ്. അമേരിക്കയിലേക്കുള്ള ഏഷ്യൻ കുടിയേറ്റത്തെ പറ്റിയിട്ട് അവർ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പടപൊരുതൽ തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം ശ്വാസത്തിന് തുല്യമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അമേരിക്കയിൽ കുടിയേറിയ സ്ത്രീകളുടെ അവസ്ഥയിൽ അവർ വളരെയധികം ദുഃഖിതയായിരുന്നു എന്നാണ് പറയുന്നത്. ഭൂമിയിൽ ഇരകളെ പോലെ ജീവിക്കാനുള്ള സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അടിച്ചമർത്തപ്പെട്ട വർഗം സ്ത്രീകളാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരു നല്ല ലോകത്തിന് വേണ്ടിയിട്ട് സോഷ്യലിസ്റ്റ് ഫെമിനിസം വേണമെന്നാണ് അവരുടെ പക്ഷം. ഓക്കെ, പിന്നെ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, മെനി ഓഫ് ഹെർ പോയംസ് കെയിം ഫ്രം ഹെർ വർക്കിംഗ് ലൈഫ്. ഷീ സേസ്, എ ലോട്ട് ഓഫ് മൈ പോയംസ് കം ഫ്രം ദി വർക്ക് പ്ലേസ്. ദാറ്റ് ഈസ് വേർ ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് സെക്സിസം ആൻഡ് റേസിസം. നെലീസ് പോയംസ് ലൈക്ക് വേർ ഈസ് മൈ കൺട്രി റേസ് ഇഷ്യൂസ് റിഗാർഡിംഗ് ഹെർ ചൈനീസ് അമേരിക്കൻ ഐഡന്റിറ്റി. സം തിങ്ക് ഷീ ഈസ് എ കൊറിയൻ, others as a Mexican or a Filipino. Nelly's poems have been published in many countries. She served as a visiting professor in women's studies at the University of Minnesota. She received the Women of Words Award in 1989. അതായത് അവരുടെ പല കവിതകളിലും ജോലി സമയത്തെ അനുഭവങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അവർ തന്നെ പറയുന്നുണ്ട്, എൻ്റെ പല കവിതകളും ജോലി സ്ഥലത്ത് നിന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സെക്സിസവും വർണ്ണവിവേചനവും ഞാൻ അനുഭവിച്ചതെന്ന് നെലി വോങ് തന്നെ പറയുന്നുണ്ട്. വെർ ഇസ് മൈ കൺട്രി എന്ന അവരുടെ കവിതയിൽ അവരുടെ ചൈനീസ് അമേരിക്കൻ ഐഡന്റിറ്റിയെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉയർത്തിക്കാട്ടുന്നത്. ചിലർക്ക് അവരൊരു കൊറിയനാണ്, ചിലർക്ക് മെക്സിക്കനും, ചിലർക്ക് ഫിലിപ്പിനോയുമാണ്. നെല്ലിയുടെ കവിതകൾ പല രാജ്യങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് മിന്നസോട്ടയിൽ വിമൻസ് സ്റ്റഡീസിൻ്റെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് അവർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1989 അവർക്ക് വിമൻ ഓഫ് വേർഡ്സ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. നെലി വോങ്ങിനെ കുറിച്ചുള്ള അടുത്ത പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ, ഷീ ഈസ് വൺ ഓഫ് ദ ഫൗണ്ടിംഗ് മെമ്പേഴ്സ് ഓഫ് ദി റൈറ്റിംഗ് കളക്റ്റീവ് അൺബൗണ്ട് ഫീറ്റ്,
Some of her poems, like Songs of Farewell, have been installed in public places as plaque in San Francisco. She has delivered a series of popular and powerful lectures titled Women and Revolution Alive and Inseparable. At the Radical Women's 41st anniversary, Nellie Wong declared that women liberation is necessary because when women rise, everyone will rise. അതായത് അൺബൗണ്ട് ഫീറ്റ് എന്നത് എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മയാണ്. അത്തരത്തിൽ അൺബൗണ്ട് ഫീറ്റ് എന്നറിയപ്പെടുന്ന ഈ എഴുത്തുകാരുടെ കൂട്ടായ്മയുടെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ് നമ്മുടെ നെല്ലി വോങ്. പിന്നെ സോങ്സ് ഓഫ് ഫെയർവെൽ എന്നത് അവരുടെ ഒരു പോയമാണ്. അത്തരത്തിലുള്ള അവരുടെ ചില കവിതകൾ സാൻ ഫ്രാൻസിസ്കോയിലെ പല പൊതുസ്ഥലങ്ങളിലും പ്ലാക്കുകളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ വിമൻ ആൻഡ് റെവല്യൂഷൻ അലൈവ് ആൻഡ് ഇൻസെപ്പറബിൾ എന്ന ടൈറ്റിലുള്ള വളരെ ജനപ്രിയമുള്ള ഒരു ലെക്ചറർ പരമ്പര അവർ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ റാഡിക്കൽ വിമണിൻ്റെ 41ാം ആനിവേഴ്സറിക്ക് നെല്ലി വോങ് ഒരു പ്രസ്താവന നടത്തി. പ്രസ്താവന എന്ന് പറയുന്നത് ഇതായിരുന്നു, എന്താണ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അനിവാര്യമാണ്, കാരണം സ്ത്രീകൾ ഉയരുമ്പോൾ എല്ലാവരും ഉയരുന്നു എന്നുള്ളതായിരുന്നു റാഡിക്കൽ വിമൻ്റെ 41ാം ആനിവേഴ്സറിക്ക് നെല്ലി വോങ് നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത്. വെൻ വിമൺ റൈസ് എവരി വൺ വിൽ റൈസ് എന്നുള്ളതായിരുന്നു റാഡിക്കൽ വിമൻ്റെ 41ാം ആനിവേഴ്സറിക്ക് നെല്ലി വോങ് പറഞ്ഞൊരു കാര്യം എന്നുള്ളത്. റാഡിക്കൽ വിമൺ എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് സംഘടനയാണ് റാഡിക്കൽ വിമൺ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നെല്ലി വോങ്ങിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഈസ് എ ഫ്രീക്വൻലി ആന്തോളജൈസ്ഡ് പോയം. ദിസ് ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയം. നെല്ലി ഹൈലൈറ്റ്സ് ദ ഐഡന്റിറ്റി ക്രൈസിസ് experienced by the Asian Americans. The poem shows the past of the poet, her early childhood and adolescence. The narrator, an Asian American, is forced to incorporate the dominant white culture and disown that of her own. Owing to the fear of being discriminated, the white culture allows and ensnares her with all its privileges. The poem analyzes the struggle of a young lady to fit into the cultural majority. അതായത് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന് പറയുന്ന ഈ ഒരു പോയം ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ്. ഏഷ്യൻ അമേരിക്കക്കാർ നേരിടുന്ന ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ഈ ഒരു പോയത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. ഈ ഒരു പോയറ്റ് തൻ്റെ ചൈൽഡ്ഹുഡും അതുപോലെ തന്നെ അഡോളസൻസ് പീരീഡും ഒക്കെ കാണിക്കുന്നുണ്ട്. മാറ്റി നിർത്തപ്പെടുമെന്നുള്ള പേടി കൊണ്ട് തൻ്റെ കൾച്ചർ ഉപേക്ഷിച്ചിട്ട് വെള്ളക്കാരുടെ കൾച്ചർ സ്വീകരിക്കാനായിട്ട് ഒരു കുട്ടി നിർബന്ധിതയാകുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു പോയത്തിനകത്ത് കാണാൻ സാധിക്കുന്നത്. വെള്ളക്കാരുടെ സംസ്കാരം അവളെ ആകർഷിക്കുകയും അതിൽ അവളെ ട്രാപ്പിലാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ആ ഒരു വെള്ളക്കാരുടെ ആ ഒരു സംസ്കാരത്തിന് ധാരാളം സൗകര്യങ്ങൾ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് അവളെ ആകർഷിപ്പിക്കുന്നത്. വേറൊരു സംസ്കാരത്തിലേക്ക് തന്നെ ചേർത്ത് വെക്കാനുള്ള ഒരു യങ് ലേഡിയുടെ പ്രയാസങ്ങളാണ് നമുക്ക് ഈ ഒരു പോയത്തിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ പോയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഷീ ഈസ് ഫുൾ ഓഫ് സെൽഫ് ലോത്തിങ് വേർഡ്സ് ടുവാർഡ്സ് ഹെർ യെല്ലോ സ്കിൻ ആൻഡ് yearns for the white skin and perceives herself dirty. Beauty is coded as white, she comments. As a child, I used to desperately wish for paler skin, lighter hair and rounder eyes. I would have gladly undergone any kind of reinvention available to be able to pass for white and stop hearing the ethnic slurs on the playground. In the concluding stanza, there is a transition and a self-realization affected as she discovers her ethnic identity. She reconciles with her Chinese American identity, thereby breaking the stereotypes of the Western beauty cult. അപ്പോൾ ഈ ഒരു പോയറ്റിന് തൻ്റെ യെല്ലോ സ്കിന്നിനെ പറ്റിയിട്ട് അപകർഷതാബോധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
വെള്ളത്തൊലി വേണമെന്നായിരുന്നു അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. തൻ്റെ തൊലി വെളുത്തിരിക്കാത്തത് കൊണ്ട് തന്നെ തനിക്ക് വൃത്തിയില്ല എന്നാണ് അവൾ സ്വയം കരുതിയിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം പോയറ്റിന് തൻ്റെ സംസ്കാരത്തിൽ നിന്നും വെള്ളക്കാരുടെ സംസ്കാരത്തിലേക്ക് മാറാനായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ തൊലി മഞ്ഞ കളറിലിരിക്കുന്നത് കൊണ്ട് ലീ വോങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപഹർഷതാബോധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ തൊലി വെളുത്തിരിക്കാത്തത് കൊണ്ട് തന്നെ തനിക്ക് വൃത്തിയില്ല എന്നാണ് അവൾ സ്വയം കരുതിയിരുന്നത്. വെളുപ്പാണ് സൗന്ദര്യത്തിൻ്റെ അളവുകോൽ എന്നാണ് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? ആസ് എ ചൈൽഡ് ഐ യൂസ് ടു ഡെസ്പറേറ്റ്ലി വിഷ് ഫോർ പെയിലർ സ്കിൻ, ലൈറ്റർ ഹെയർ ആൻഡ് റൗണ്ടർ ഐസ്. I would have gladly undergone any kind of reinvention available to be able to pass for white and stop hearing the ethnic slurs on the playground. അതായത് അവർ പറയാണ്, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ തൊലി വെളുത്തതായിരിക്കണമെന്നും തലമുടിയുടെ നിറം ലൈറ്റ് ആയിരിക്കണമെന്നും കണ്ണുകൾ കുറച്ചുകൂടി ഉരുണ്ടതായിരിക്കണമെന്നും ഞാൻ ആശിച്ചു എന്ന് അവർ പറയുകയാണ്. ഒരു വെള്ളക്കാരിയായിട്ട് മാറാൻ ഏതുവിധ പ്രയത്നങ്ങൾക്കും ഞാൻ തയ്യാറായിരുന്നു. എൻ്റെ തൊലിയുടെ നിറം കൊണ്ട് കളിസ്ഥലങ്ങളിലൊക്കെ വർഗീയമായ അധിക്ഷേപങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഈ ഒരു പോയത്തിലൂടെ അവരെടുത്ത് കാണിക്കുന്നു. പിന്നീട് ഈ ഒരു പോയത്തിൻ്റെ അവസാന ഭാഗത്ത് അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം വരുന്നു. അവളുടെ ചൈനീസ് അമേരിക്കൻ ഐഡന്റിറ്റിയുമായിട്ട് അവൾ പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ പരമ്പരാഗതമായിട്ടുള്ള പാശ്ചാത്യരുടെ സൗന്ദര്യ നിർവചനത്തെ പൊളിച്ചെഴുതുന്നതായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു പോയത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു പോയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ദ പോയം ഈസ് ഇൻ ദി പാസ്റ്റ് ടെൻസ്. വി ആൾസോ ഫൈൻഡ് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്, ഇമാജറി ആൻഡ് റിപ്പീറ്റേഷൻ. അതായത് ഈ ഒരു പോയം പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു പോയത്തിനകത്ത് നമുക്ക് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്, ഇമേജറി, റിപ്പീറ്റേഷൻ തുടങ്ങിയ അലങ്കാര പ്രയോഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയത്തെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പോൾ ഇന്ന് പറഞ്ഞ അത്രയും കാര്യങ്ങൾ, ഇന്ന് നമ്മൾ ഈ ഒരു പോയത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് ഡിസ്കസ് ചെയ്തത്. പോയത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ പോയിന്റിനെ കുറിച്ചിട്ടുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.